എന്നാൽ ഒന്നാം പ്രതിയായ അലൻ ജോസഫിന് കൃത്യത്തിലുള്ള പങ്ക് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കോടതി മുമ്പാകെ പ്രതി നടത്തിയ കുറ്റസമ്മതവും കോടതി അതീവ ഗൗരവത്തോടെ കാണുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം കോടതി പരിഗണിക്കുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യജീവൻ വിലമതിക്കാനാകാത്തതാണെന്ന് കോടതി വിലയിരുത്തുന്നു. സെഷൻ 304 പ്രകാരം ഈ കേസിലെ ഒന്നാം പ്രതിയായ അലൻ ജോസഫിന് 5 കൊല്ലത്തെ തടവ് ശിക്ഷ കോടതി വിധിക്കുന്നു. നടക്ക്. തുറക്കടോ. അജോ, അജോ, ഞാനാ കൊന്നു പറ അജോ, പറ അജോ. ഗായത്രി, നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഗായത്രി, നീ പറയുന്ന കേക്ക്. ഗായത്രി, നീ എന്തായി കാണിക്കുന്നേ? പറയുന്ന കേക്ക്. ഗായത്രി, ഗായത്രി, പറയുന്ന കേക്കുന്നു. ഇത് കോടതിയാണെന്ന്. അജോയെ കൊണ്ടുപോലെന്ന് പറ സണ്ണി ചേട്ടാ. അജോ, അജോ. മോളെ, നീ കോടതിയിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയിട്ട് എന്താ ഇവിടെ? വിധി കേൾക്കാൻ പോകുന്നില്ലേ? ഇല്ല, എനിക്കവിടെ പോയിരിക്കാൻ വയ്യ. വിധി എന്താണെന്ന് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. എങ്ങാനും മറിച്ചാ സംഭവിക്കുന്നതെങ്കിൽ കൈവിലങ്ങിട്ട് എന്റെ ചേച്ചിയെ കാണാനാവില്ല എനിക്ക്. എന്ത് പറയും ഞാൻ എന്റെ ചേച്ചിയോട്? അങ്ങനൊന്നും വരില്ല മോളെ. നിന്റെ ചേച്ചി നിരപരാധിയാണെന്ന് ദൈവത്തിനറിയാലോ. അതുകൊണ്ട് തന്നെ അവളെ ശിക്ഷിക്കൊന്നുമില്ല. നീ ദേവിയെ മനമൊരുകി പ്രാർത്ഥിച്ചോ. വിളിച്ചാ വിളിപ്പുറത്തുണ്ടമ്മ.
മോളെ കോടതിയിലെ കാര്യം ഇപ്പൊ എങ്ങനെ അറിയുക? ഒരു വഴി ഞാൻ സണ്ണിച്ചേട്ടനെ വിളിച്ചിരുന്നു. സണ്ണിച്ചേട്ടനും പറഞ്ഞു ചെല്ലണ്ടെന്ന്. വിധി വന്ന ചേട്ടൻ വിളിച്ച് പറയാന്ന് പറഞ്ഞു. ആ എങ്കിൽ പിന്നെ അതാ മോളെ നല്ലത്. അവിടെ പോയി മനസ്സുരുകി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ അമ്മയുടെ അടുത്തിരിക്കുന്നതാ. നിന്നെ ഭഗവതി കൈവിടില്ല. സണ്ണിച്ചേട്ടനാ? ആ എടുക്ക് മോളെ. ഹലോ. ആ ഗൗരി, വിധി വന്നു. ഗായത്രിയെ കോടതി വെറുതെ വിട്ടു. സത്യമാണോ സണ്ണിച്ചേട്ടാ? ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, പക്ഷേ അലന്റെ കാര്യം കഷ്ടമായിപ്പോയി. 5 കൊല്ലം തടവിന് വിധിച്ചു. ഹലോ ഗൗരി, കേൾക്കുന്നുണ്ടോ? ആ ഉവ്വ് കേൾക്കുന്നുണ്ട്. ചേച്ചി എന്ത് പറയുന്നു? അങ്ങനെ അവളാകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഞാനിപ്പോ അമ്പലത്തിലെ സണ്ണിച്ചേട്ടാ, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. വേണ്ട ഗൗരി, വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ഗായത്രിയും കുട്ടി അങ്ങോട്ട് വന്നേക്കാം. എന്തായി മോളെ? ചേച്ചിയെ വെറുതെ വിട്ടു ആന്റി. അലൻ ചേട്ടനെ 5 വർഷത്തേക്ക് ശിക്ഷിച്ചു. ഈശ്വര, ഏതായാലും ഭഗവതി നിന്റെ ചേച്ചിയോട് കനിഞ്ഞല്ലോ. നീ ഉള്ളുരുകി വിളിച്ചത് ദേവി കേട്ടു. മോള് വാ വാ. കേറ്. കോടതിയിൽ നിന്ന് വിട്ടുകിട്ടിയ നിങ്ങളുടെ ആധാരങ്ങളാ.
അലക്സ് വാ. എന്താടോ? അല്ല, നമ്മൾ വന്ന കാര്യം ഓഫീസിൽ നിന്ന് ഇവിടെ വരെ വന്നതിനിടയ്ക്ക് തൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? അതല്ല, പൗലോ സാറിനോട് എങ്ങനെയാ ഈ വിഷയം? അതോർത്ത് താൻ പേടിക്കണ്ട. അപ്പച്ചനോട് കാര്യങ്ങളെല്ലാം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. താൻ വന്നേ. വാടോ ഇങ്ങോട്ട്. ആ, എന്നതാ അപ്പച്ച? ആ മരുന്ന് കഴിച്ചപ്പോ ചെറിയൊരു ക്ഷീണം. അപ്പച്ച, ഇതാ ഞാൻ പറഞ്ഞ അലക്സ്. ആ നമസ്കാരം സാർ. ഇരിക്കേ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. ഹാ, ഇരിക്കടോ. ഇരിക്കേ. അന്ന് കമ്പനിയിൽ വന്നപ്പോ ഒന്നും വിശദമായിട്ട് അങ്ങോട്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല. എവിടാ അയാളുടെ നാട്? സ്വന്തം സ്ഥലം അങ്ങ് തൊടുപുഴയില്ല. ഇപ്പൊ അവിടെ പെങ്ങളും അളിയനും മാത്രമേ ഉള്ളൂ. ഉം. പിന്നെ ഒരു അനിയനാ ഉള്ളത്. അവനങ്ങ് മസ്കറ്റില്ല. അപ്പനും അമ്മച്ചിയൊക്കെ? അപ്പച്ചൻ എൻ്റെ കുഞ്ഞുനാളിലെ മരിച്ചു. അമ്മച്ചി പോയിട്ട് ഒരു വർഷമായി. കാര്യങ്ങളൊക്കെ സണ്ണി തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിരുന്നു സർ. ആകപ്പാടെയുള്ളൊരു പെങ്കൊച്ചായതുകൊണ്ട് ഒരുപാട് ലാളിച്ചാ ഞാനവിടെ വളർത്തിയത്. പക്ഷെ എന്നാ ചെയ്യാനാ, അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കർത്താവ് തമ്പുരാൻ ആ കാര്യത്തിൽ എന്നോടും അവളോടും ഒന്നും വേണ്ടത്ര കടാക്ഷിച്ചില്ല. അല്ല, അതിന് കർത്താവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഭാഗത്തും ചില പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഒക്കെ ഞാൻ അലക്സിനോട് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പച്ച. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ അലക്സ് ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചത്. എന്നാലും അപ്പനെന്ന നിലയ്ക്ക് ഞാനും ചിലത് പറയണമല്ലോടാ. പഠിക്കുന്ന സമയത്ത് കോളേജിൽ വെച്ചുണ്ടായ ഒരു കശവിശയാ അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ താറുമാറാകാനുള്ള തുടക്കം. ആ ചീത്തപ്പേരിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടിയാ തിടുക്കപ്പെട്ട് അവളുടെ കല്യാണം നടത്തിയത്. പക്ഷെ എന്നാ ചെയ്യാനാ അലക്സേ, കൂനുമേ കുരുവെന്ന് പറഞ്ഞ പോലെ അതിപ്പോഴും ഒരു അഴിയാക്കുരുക്കായിട്ട് അവളുടെ കഴുത്തെ കുരുങ്ങിക്കിടക്കുക. ആ ബന്ധം കാരണം എല്ലാം കൊണ്ടും നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് 2 ജീവനാ ആ ബന്ധത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് നഷ്ടമായത്. ഇപ്പോഴും ഒരു ഒഴിയാബാധയായി ആ കുരുക്ക് എൻ്റെ മോളുടെ കഴുത്തേൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ലടോ. അതുകൊണ്ടാ ഇവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ആലോചിക്കാന്ന് വെച്ചത്. സണ്ണിച്ചായൻ എന്നോട് എല്ലാം തുറന്ന് സംസാരിച്ചിരുന്നു. എൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഞാനും സണ്ണിച്ചായനോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സാറിന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം. അപ്പച്ചന് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ അലക്സിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. ഇനിയിപ്പോ അവളുടെ സമ്മതം കൂടി അറിയാനുള്ളൂ. അതേ ഉള്ളൂ ആകെ ഒരു കടമ്പ. ബെന്നിയുടെ വൈഫാ സൂസൻ. ഇത് അലക്സ്, നമ്മുടെ ഫിനാൻസ് കമ്പനിയിലെ മാനേജരാ. ചായ കുടിക്ക്. സൂസമ്മോ, അവള് മോളിലില്ലേടി? ഉണ്ടപ്പച്ച, രാവിലെ പള്ളിയിൽ പോയിച്ച് വന്നതാ. നീ ചെന്ന് അവളോട് ഞാൻ വിളിക്കുന്നു പറ. അലക്സിനോട് ഞാൻ പറഞ്ഞല്ലോ, അവളോട് ഞങ്ങൾ ഈ കാര്യമൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ഇതിപ്പോ അലക്സിന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്കറിയാം. കുടിക്ക്.
കർത്താവേ. നീ ഇതെന്തിരിപ്പ മോളെ? പള്ളിന്ന് വന്നിട്ട് നിന്നെ പുറത്തേക്കൊന്നും കണ്ടതേയില്ലല്ലോ. ഓ, ഒരു മൂഡ് തോന്നില്ല ചേട്ടത്തി. പള്ളിയിൽ പോയിട്ടും നന്നായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. നല്ല ക്രൗഡായിരുന്നു. ആൾക്കൂട്ടത്തിൽ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്ന പോലെ. എന്തു പറ്റി? ഈടെയായിട്ട് കുർബാനയും പ്രാർത്ഥനയൊക്കെ പതിവാണല്ലോ. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ മനുഷ്യന്റെ പ്രയത്നം മാത്രം പോരാന്ന് എന്റെ അനുഭവത്തിലൂടെ മനസ്സിലായി ചേട്ടത്തി. സ്വന്തം കഴിവിൽ മാത്രം അഹങ്കരിച്ച് പരാജയപ്പെട്ടവളാ ഞാൻ മാത്രമല്ല, പാപ്പിച്ചായനും ബെന്നിച്ചായനും ഒക്കെ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുക ഞാനിപ്പോ. മനസ്സിൽ ഉദ്ദേശിക്കുന്നതൊക്കെ ഭംഗിയായി നടത്തി തരണേന്ന്. ചേട്ടത്തി പേടിക്കണ്ട. മനസ്സിലുള്ള കാര്യങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പഴയതുപോലെ ആർക്കും ദോഷം വരുന്ന കാര്യങ്ങളല്ല, മറ്റുള്ളവർക്ക് നന്മയുണ്ടാവുന്ന കാര്യങ്ങൾ. അതിലൂടെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം അതെത്ര വലുതാണെന്നും എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഞാനെന്താ ഭ്രാന്ത് പറയാണെന്ന് തോന്നുന്നുണ്ടോ ചേട്ടത്തിക്ക്? നിന്നെ അപ്പച്ചൻ വിളിക്കുന്നുണ്ട്. എന്നതാ കാര്യം? അറിയില്ല, ആരോ കാണാൻ വന്നിരിക്കുന്നു. അലക്സിന് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ മറ്റു അസൗകര്യമൊന്നുമില്ലല്ലോ? അല്ല, എന്തേലും ഉണ്ടെങ്കിൽ ദേ ഇവനോട് പറഞ്ഞ് അതൊക്കെ ഒന്ന് പരിഹരിച്ചോണം. ഓ, എന്ത് അസൗകര്യ സാർ. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇത് തന്നെ ലക്ഷറിയാ.